ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് വീണ്ടും എടുക്കുകയാണ്. HCF, LCM എന്നീ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ HCF ആണ് ബേസിക്കായിട്ട് പഠിച്ചത്. HCF എങ്ങനെയാണ് നമ്മളതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ കണ്ടുപിടിക്കും, 2-3 രീതിയിൽ HCF എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ, ഉത്തമ സാധാരണ ഘടകം. അതാണ് അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഷോർട്ട് ഫോമിൽ നമ്മൾ HCF അല്ലെങ്കിൽ ഉസാഘ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം, 3 മെത്തേഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഏതൊക്കെ രീതിയിലാണ്? ഒന്ന്, കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട്, അതായത് ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ നമ്മൾ അത്തരം സംഖ്യകളുടെ കോമൺ ഫാക്ടറുകൾ, പൊതുവായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഹയസ്റ്റ്, ഏറ്റവും വലിയ പൊതുഘടകം എടുത്ത് എഴുതുന്നതാണ്. അത് ഐഡന്റിഫൈ ചെയ്താൽ അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. മറ്റൊരു രീതിയിൽ നമ്മൾ പഠിച്ചത് ഏതാണ്? അതിനെ ഘടകക്രിയ ചെയ്തിട്ടാണ്, അതിനെ ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ LCM കാണുന്ന അതേപോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, എന്തായിരുന്നു വ്യത്യാസം? നമ്മൾ ആ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ആ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ എല്ലാ സംഖ്യകളെയും, ഇപ്പം മോർ ദാൻ 2 നമ്പേഴ്സ്, 2 സംഖ്യകളിൽ കൂടുതലൊക്കെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ HCF കാണാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 3 സംഖ്യകളെയും പൊതുവായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉപയോഗിച്ച് വേണം അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ, ഘടകക്രിയ ചെയ്യാൻ അല്ലെ. LCMൽ അങ്ങനെ ഇരുന്നില്ല. 2ഓ അതിലധികമോ സംഖ്യകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? അത് ഡിവൈഡ് ചെയ്ത് താഴേക്ക് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് താഴേക്ക് പോകായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ 3 സംഖ്യകളാണെങ്കിൽ 3നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം നമ്മൾ എടുക്കുന്ന പ്രൈം നമ്പർ. 4 സംഖ്യ ഉണ്ടെങ്കിൽ 4നെയും ഹരിക്കാൻ പറ്റണം കോമൺ ആയിട്ട്. അങ്ങനെയും കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഫാക്ടറൈസേഷൻ രീതിയിൽ നമ്മൾ HCF കണ്ടത്. പിന്നെ ഏതൊരു മെത്തേഡും കൂടി പഠിച്ചല്ലോ നമ്മൾ, അതായതാണ് ലോങ് ഡിവിഷൻ മെത്തേഡാണ്, ഒരു ഹരണക്രിയ രീതിയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് 2 നമ്പേഴ്സ്, 2 സംഖ്യകളുടെ HCF കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കമ്പാരിറ്റീവ്ലി സ്മോൾ നമ്പർ, ചെറിയ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ സംഖ്യയെ ഹരിക്കുന്നു. ആ ലാസ്റ്റ് അത് റിമൈൻഡർ 0 വരുന്നത് വരെ നമ്മൾ ഹരിച്ച് ആ കിട്ടുന്ന ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഏതാണോ അതാണ് നമ്മൾ HCF ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇഫ് ദർ ആർ മോർ ദാൻ 2 നമ്പേഴ്സ്, സംഖ്യകൾ 2ൽ കൂടുതലാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്തു? അത് 2 വെച്ച് ഹരിച്ചു. അതിനുശേഷം വീണ്ടും ആദ്യം കിട്ടിയ സംഖ്യകളുടെ LCM, HCFും, ആദ്യം കിട്ടിയ 2 സംഖ്യകളെടുത്ത് നമ്മൾ HCF കണ്ടുപിടിച്ചപ്പോൾ അതിൽ കിട്ടിയ HCFും, പിന്നെ അടുത്തത് 3ാമതൊരു സംഖ്യ ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം? 3ാമത്തെ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ HCF കാണാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ LCM, HCF കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഫാക്ടറൈസിങ് രീതിയിൽ നമുക്ക് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? പ്രൈം നമ്പേഴ്സിൻ്റെ HCF ആണ് അല്ലേ. പ്രൈം നമ്പേഴ്സ്, അതായത് നമുക്കറിയാം പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയും അതിനെ. അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ദേ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ്. അവയ്ക്കിടയിൽ പൊതുവായ ഒരു ഘടകമില്ല. എക്സാമ്പിൾ ഫോർ പ്രൈം നമ്പേഴ്സ് എന്താണ്? ഉദാഹരണം, പ്രൈം നമ്പേഴ്സിന് അഭാജ്യ സംഖ്യയ്ക്ക് 2, 3, 5, 7, 11, അതാണ് 11, 17, അതൊക്കെയാണ് നമ്മളുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 13, 17 ഒക്കെ. അപ്പോൾ ഇത്തരം സംഖ്യകൾക്ക് നമുക്കറിയാം, ഇഫ് വി ടേക്ക് എനി 2 പ്രൈം നമ്പേഴ്സ്, 2 or 3, മോർ ദാൻ 3യോ എത്ര വേണമെങ്കിലും പ്രൈം നമ്പേഴ്സ് എടുക്കുക, അവയ്ക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവയുടെ HCF എന്ന് പറയുന്നത്, അതായത് പ്രൈം നമ്പേഴ്സ് ആണോ എന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ഇഫ് ദേ ആർ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണെങ്കിൽ അവയുടെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും. 1 എന്ന് ആയിരിക്കും എന്നോർക്കുക. ഇനി ഇതുപോലെ തന്നെ പ്രൈം നമ്പേഴ്സിന്റെ LCM പറഞ്ഞപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? LCM ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ LCM ആണ് കാണേണ്ടതെങ്കിൽ പ്രൈം നമ്പേഴ്സിന് ഇപ്പൊ 2, 3 അല്ലെങ്കിൽ 5, 3 അല്ലെങ്കിൽ 7, 5 ഇവയുടെ എന്ത് കാണണം? നമുക്ക് ഈ ഇത്തരം പ്രൈം നമ്പേഴ്സിന്റെ ഒക്കെ LCM ആണ് കാണേണ്ടതെങ്കിൽ എന്താ അതിന്റെ ഉത്തരം? ഇറ്റ് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണോ ആ അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണോ അവയുടെ പ്രോഡക്റ്റ് ആണ്, അവയുടെ ഗുണനഫലമാണ്. ഇപ്പൊ 2, 3, 2ന്റെയും 3ന്റെയും 2, 3ഉം നമുക്കറിയാം അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. സോ ദ LCM ഈസ്, അവയുടെ 2ന്റെയും 3ന്റെയും LCM എന്താണ് ചോദിച്ചത്? LCM ഓഫ് പ്രൈം നമ്പേഴ്സ്. നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം, LCM ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്.
അതാണ് അഭാജ്യ സംഖ്യകളുടെ ലസാഗു. നമ്മൾ മലയാളത്തിൽ എഴുതാം, അഭാജ്യ സംഖ്യകളുടെ ലസാഗു എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. സംഖ്യകളുടെ ഗുണനഫലം. അതേസമയം HCF ഓഫ് പ്രൈം നമ്പേഴ്സ്, ഞാനിപ്പോൾ അത് ഷോർട്ടാക്കി എഴുതാണ്. HCF ഓഫ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. അതായത് ഉസാഗ, അഭാജ്യ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത്, അഭാജ്യ സംഖ്യകളുടെ ഉസാഗ. മറക്കണ്ട, ഇത് രണ്ടും എപ്പോഴും ഓർത്തിരിക്കാം. നമ്മൾ അതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് അല്ലേ. അപ്പം ഇതിൻ്റെ അഭാജ്യ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുന്നത് ഒന്നാണ്, LCM എന്ന് പറയുന്നത് അവയുടെ ഗുണനഫലമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ HCF കാണുന്നതിന് വേറെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നമുക്കത് പ്രോബ്ലം രീതിയിൽ വരുമ്പോൾ, പ്രശ്നങ്ങൾ രീതിയിൽ വരുമ്പോൾ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യുമെന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. HCF ഓഫ്, യു ഹാവ് ടു ഫൈൻഡ് ദ HCF ഓഫ് 25R, 30R, 45R. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണെങ്കിൽ R എന്ന് പറയുന്നത് ഓൺലി എ വേരിയബിൾ, അതൊരു സംഖ്യ മാത്രം, സംഖ്യയെ ഡിനോട്ട് ചെയ്യുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ R, X, Y എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ഒരു സംഖ്യയ്ക്ക് പകരം പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ R എന്ന് പറയുന്ന ഒരു അക്ഷരം Xനോ Yയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതിന് പകരം ഇവിടെ R എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് തന്നിരിക്കുന്നത്. ഹൗ വിൽ യു ഫൈൻഡ് ദ HCF ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് 25R, 25R, 30R, 45R. ഇതിൻ്റെ HCF എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഘടകക്രിയ രീതിയിൽ HCF കണ്ടതാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എഴുതാം. 25R എഴുതുന്നു, 30R എഴുതുന്നു, 45R എഴുതുന്നു. R എഴുതാം. നോക്കിയേ, ഈ R എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് വായിക്കുമ്പോൾ 25R എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും അതിൻ്റെ മീനിങ് ഇതാണ്, 25 ഇൻറ്റു R എന്നാണ് അല്ലേ. ഒരു സംഖ്യയോടൊപ്പം നമ്മളൊരു വേരിയബിൾ ചേർത്ത് എഴുതുമ്പോൾ, ഇപ്പോൾ 2A എന്ന് എഴുതുമ്പോൾ ഇറ്റ് മീൻസ് 2 ഇൻറ്റു A എന്നാണ് അല്ലേ. നമ്മൾ നേരത്തെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ, ബീജഗണിത വാചകങ്ങളൊക്കെ എഴുതുന്ന രീതി, ബീജഗണിതം രൂപീകരിക്കുന്നത്, അപ്പം നമ്മൾ അൺനോൺ ഫിഗറിന് നമ്മൾ A എന്നോ X എന്നോ Y എന്നോ ഒക്കെ പേര് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒരുപാട് അതിൻ്റെയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കറിയാം 2A അല്ലെങ്കിൽ 2X എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു X എന്നാണ് അതിൻ്റെ അർത്ഥം, 2X അല്ലേ. 2 ഇൻറ്റു X മീൻസ് 2X ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അക്ഷരം കൊടുത്തിരിക്കുന്നു, 25 ഇൻറ്റു R മീൻസ് 25R. അത് തന്നെയാണ് ഇവിടെ 30R മീൻസ് 30 ഇൻറ്റു R, 45R മീൻസ് 45 ഇൻറ്റു R എന്നാണ്. അപ്പം നമുക്കറിയാലോ, ഈ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളിലും R എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ, ദാറ്റ് മേ ബി എ നമ്പർ, അതൊരു സംഖ്യ ആകാം, ഇപ്പം അത് 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം, അല്ലെങ്കിൽ 5 ആകാം, എല്ലാം ഒരേ സംഖ്യ തന്നെയാണെന്ന് മാത്രം. അതായത് 25ന്റെ കൂടെ R ചേർന്നപ്പോൾ എന്താണോ വാല്യൂ അത് തന്നെയാണ് 30ന്റെ കൂടെ അതേ R തന്നെയാണ്, ആ വാല്യൂ തന്നെയാണ് ചേരുന്നത്. അതോടൊപ്പം 45ന്റെയും കൂടെ അതേ വാല്യൂ തന്നെ. ഇഫ് ഇറ്റ് ഈസ് R ഈസ് ദ വാല്യൂ ഈസ് 5, R എന്ന് പറയുന്ന സംഖ്യ അത് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ 5 എന്ന സംഖ്യയാണെങ്കിൽ 25 ഇൻറ്റു 5, 30 ഇൻറ്റു 5, 45 ഇൻറ്റു 5 എന്നായിരിക്കും അല്ലേ. അപ്പം അതിന് പകരം നമ്മളത് ആ R എന്ന് പറയുന്ന അക്ഷരം, അപ്പം R എന്ന് പറയുന്നത് ഇതിലെല്ലാത്തിലെയും കോമൺ നമ്പർ ആയതുകൊണ്ട് നമ്മൾ R വെച്ച് അത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം R കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25R ഡിവൈഡഡ് ബൈ R അല്ലേ. അപ്പോൾ 6 വെട്ടിപ്പോവും, ബാക്കി 25. അതേപോലെ തന്നെ ഇവിടെയും 6 വെട്ടിപ്പോവും, 30. ഇവിടെ അടുത്തത് 45R ബൈ R, 45, ബാക്കി റിമൈൻഡർ. അതായത് 6 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, 6 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ R എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്ക് പുറത്തേക്ക് കോമൺ ആയിട്ട് എല്ലാ സംഖ്യയിൽ നിന്നും കിട്ടി. ഇനി വീണ്ടും നോക്കിയേ, ഇതിനെല്ലാത്തിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി ഏതെങ്കിലും സംഖ്യകൾ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കുക. 25, 30, 45 എന്നീ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായും ഉണ്ട്. 5 ഈസ് ദ കോമൺ ഫാക്ടർ ഓഫ് 25, 30 ആൻഡ് 45. എത്രയാണ്? 5 5s are 25, 5 6 are 30, 5 9s are 45.
വീണ്ടും നോക്കാം. HCF നമുക്ക് പറഞ്ഞു എല്ലാ നമ്പേഴ്സിനെയും എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ മാത്രമേ എടുത്ത് ഫാക്ടറൈസേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 5, 6, 9 6ലും 9ലും 3 പോകുമായിരിക്കാം, പക്ഷേ 5 കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി ഫർദർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് വിൽ ടേക്ക് ദ HCF. എത്രയായിട്ട് നമുക്ക് കിട്ടുക? HCF എന്ന് പറയുന്നത് R × 5 ആണ് അല്ലെ. നമുക്ക് കിട്ടുന്ന ഇവിടെ എഴുതുന്ന സംഖ്യ നമ്മൾ ഗുണിച്ചല്ലേ എഴുതുള്ളൂ. ദാറ്റ് മീൻസ് 5R എന്നാണ് നമുക്ക് കിട്ടുക. അതേസമയം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളിൽ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്ത് പോകണം. കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സൈഡിൽ എഴുതുമ്പോൾ എഴുതുന്ന സൈഡിലുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. LCM ആണ് നമുക്ക് താഴോട്ടേക്കും എന്താണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഭാഗം കൂടി എടുക്കുന്നത് LCM കാണുമ്പോഴാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കിട്ടിയത് 5R ആണ്. 5R ഈസ് ദ HCF ഓഫ് 25R, 30R ആൻഡ് 45R. കണ്ടല്ലോ, 25R, 30R, 45R അതിൻ്റെ HCF എന്ന് പറയുന്നത് 5R ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സംഖ്യയ്ക്ക് പകരം സംഖ്യയോട് കൂടെ ചേർന്ന് ചിലപ്പോൾ വേരിയബിൾസും തന്നിട്ട് HCF കാണാനായിട്ട് പറയായിരിക്കും. ക്വസ്റ്റ്യൻ ഉണ്ടാകാം. അതുപോലത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും യു ഹാവ് ടു ഫൈൻഡ് ദ ഹയസ്റ്റ് നമ്പർ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും HCF ആണ് കാണേണ്ടതെന്ന് ഓർക്കുക. ഹയസ്റ്റ് നമ്പർ that divides 105, 378 and 756. വീണ്ടും ചോദിച്ചിരിക്കുന്ന ചോദ്യം മറ്റൊരു രീതിയിൽ, ഹയസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ്. HCF എന്ന് പറഞ്ഞില്ല, HCF എന്ന് എടുത്ത് പറയാതെ, ഇത് ഉസാഖ കാണാൻ പറയാതെ പകരം പറഞ്ഞിരിക്കുന്നു വിച്ച് ഈസ് ദ ഹയസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 105, 378 ആൻഡ് 756. ഈ മൂന്ന് സംഖ്യകളെയും പൂർണ്ണമായിട്ടും ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാണ്? ഇതിൻ്റെ HCF ആണ്. ഈ മൂന്ന് സംഖ്യകളുടെ 105, 378, 756 ഈ സംഖ്യകൾ. അപ്പം നമുക്ക് വീണ്ടും ചെയ്യാം. 105 വലിയ സംഖ്യ ആയതുകൊണ്ട് കോമൺ ഫാക്ടേഴ്സ് എഴുതുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. 378, 756 ഏത് സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ, ഏറ്റവും ചെറിയ സംഖ്യയായ 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ എടുക്കുകയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും പറ്റുമായിരിക്കും. ബിക്കോസ് ദേ ആർ ഈവൺ നമ്പേഴ്സ്. അവ രണ്ടും ഇരട്ട സംഖ്യകളാണ്. അതേസമയം 105ലേക്ക് നോക്കുമ്പോൾ അത് പറ്റില്ല. എന്നാൽ 105 ആണല്ലോ ആദ്യം കിടക്കുന്നത്. അപ്പൊ 5ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. ബാക്കിയുള്ള സംഖ്യകളൊന്നും 5 കൊണ്ട് ഡിവിസിബിൾ അല്ല. നമുക്കറിയാം 5 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ അറ്റത്ത്, ദാറ്റ് മീൻസ് ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ്, ഒറ്റയുടെ ഒക്കെ സംഖ്യ അക്കം എന്ന് പറയുന്നത്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 0, ഐദർ 0 or 5 എന്നില്ലെങ്കിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. 0 or 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ മാത്രമേ നമുക്കത് 5 കൊണ്ട് ഡിവിസിബിൾ ആകുള്ളൂ. അപ്പം 5 പറ്റില്ല. പിന്നെ ഏത് സംഖ്യ പറ്റും? 3 കൊണ്ട് പറ്റുമോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. 3 ആണ് നമ്മളിവിടെ ആദ്യം എഴുതുക. ബിക്കോസ് നമുക്ക് തോന്നുന്നു 3s are 9 അല്ലേ. 3 9, ബാലൻസ് ഒരു 1 ഉണ്ട്, അതിവിടെ കൊടുത്തു. അവിടെ കൊടുക്കുമ്പോൾ അത് എത്രയായിട്ട് വായിക്കണം? 15 ആയിട്ട് വായിക്കണം അല്ലേ. 3 15 കൃത്യമായിട്ട് പോകും. 3 × 5 ആണ് 15. അവിടെ ഇരിക്കട്ടെ. അടുത്തത് അപ്പം 35 × 3 ആണ്. 35 × 3 ആണ് 105. 105 നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. വീണ്ടും അടുത്ത സംഖ്യ 3ൽ ഒരു പ്രാവശ്യം. ഈ 3ൽ ഒരു പ്രാവശ്യം. 7ൽ 2 times. 2 3s are 6, ബാലൻസ് ഒരു 1 ഉണ്ട്. അത് അപ്പുറത്ത് കൊടുക്കുമ്പോൾ 18 ആയിട്ട് വായിക്കണം. 3 × 6 18 കിട്ടിയല്ലോ. 6 കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് 18 കറക്റ്റായിട്ട് കിട്ടും. 3 6 are 18. വീണ്ടും ലാസ്റ്റ് സംഖ്യയാണ് 3 2s are 6. 7ൽ നമ്മൾ 2 മാത്രമേ എടുക്കുന്നു. 2 6. 3 2s are 6 എടുത്തു. ബാലൻസ് 1 ഇവിടെ കൊടുത്തു. വീണ്ടും 3 5s are 15. കണ്ടല്ലോ, 3 5s are 15. 15 പോയി. വീണ്ടും ലാസ്റ്റ് സംഖ്യ 3 × 2 ആണ് 6. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? 3 × 2 6 കിട്ടുന്നു. അതായത് അപ്പം 252 കറക്റ്റായിട്ട് എത്രയിൽ പോകും? 756. 756 252 പ്രാവശ്യം 3 പോകുന്നു. അപ്പം അത് കഴിഞ്ഞു. വീണ്ടും നമുക്ക് അടുത്ത സംഖ്യ നോക്കണം. ഏതുകൊണ്ടാണ് ഇനിയും ഡിവിസിബിൾ ആകുക? ഏറ്റവും ലീസ്റ്റ് നമ്പർ 2 കൊണ്ട് പറ്റില്ല. കാരണം 35ൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 2 എടുക്കാൻ പറ്റില്ല. 3 തന്നെ പറ്റുമോ എന്ന് നോക്കുക. 3 ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 3 വേണ്ടു ഇവിടെ പറ്റുമോ? ഇവിടെ തന്നെ നോക്കിയാൽ കഴിഞ്ഞാൽ ഫസ്റ്റ് സംഖ്യ തന്നെ നോക്കിയാൽ 3ന്റെ ഡബിൾ 35 വരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 പറ്റില്ല എന്ന് നമുക്കറിയാം. 5 പറ്റുമോ? 5 പറ്റില്ല. കാരണം ഉള്ള 1 നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 5. ഈ ആദ്യത്തെ സംഖ്യ മാത്രമേ 5 കൊണ്ട് പറ്റുള്ളൂ. അടുത്ത പ്രൈം നമ്പർ ഈസ് 7. 7 നമുക്കൊന്ന് പറ്റുമെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് എഴുതാം. 7 5s are 35. 7 5s are 35. 7 എഴുതി.
5 എഴുതി. അതുപോലെ തന്നെ ഇനി 7നെ 126 നോക്കണം. 12 ഒരു പ്രാവശ്യമാണ് 7 വരിക. ബാലൻസ് അതായത് 12 നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു 7 കഴിഞ്ഞു, ബാക്കി ഒരു 5 അവിടെ ബാക്കിയുണ്ട് അല്ലെ. 5 തൊട്ടപ്പുറത്തെ സംഖ്യയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ വായിക്കേണ്ടത് ആ സംഖ്യയെ 56 എന്നാണ്. 11 എന്നല്ല, 6ന്റെ കൂടെ 5 കൂട്ടിയിട്ട് ആശിഷ്ടം കൂട്ടുകയല്ല ചെയ്യുക, നമ്മളത് ചേർത്ത് നിർത്തിയിട്ട് വായിക്കുകയാണ് ചെയ്യുക. അപ്പൊ ബാലൻസ് വന്ന 5 അവിടെ കൊടുത്തു. 56 7 8 56 അല്ലെ. 8 7s are 56. 8 പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പോകും. കോമയിട വീണ്ടും 7 കൊണ്ട് അടുത്ത സംഖ്യ നോക്കാം. 7 3s are 21 അല്ലെ. 7 3s are 21 എടുത്തിട്ടുള്ളൂ. വീണ്ടും ബാലൻസ് ഒരു 4 ഉണ്ട്. 4 തൊട്ടടുത്ത സംഖ്യ 2ന്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇറ്റ് ഇസ് 42. 42 കൃത്യമായിട്ട് 7 പോകുമല്ലോ. 7 6 are 42. നമ്മൾ 36 ടൈംസ് 36 പ്രാവശ്യം 7 ഗുണിക്കുമ്പോഴാണ് 252 വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അത് ഒരു ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ചെറിയ സംഖ്യയല്ല, കുറച്ച് ശിഷ്ടമൊക്കെ കൂടുതൽ വരുന്ന. ഇവിടെ നോക്കിയേ, 7 ഒരു പ്രാവശ്യം പോയുള്ളൂ, ബാക്കി 5 ശിഷ്ടം വന്നു. അത് ഇവിടെ കൊടുത്തു 56 7 8 56. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് 7 കൊണ്ട് ഡിവിസിബിൾ ആയത്. അടുത്ത സംഖ്യയും അതുപോലെ തന്നെ 7 3 21 ബാലൻസ് ഒരു 4 ഉണ്ടായി, അത് ഇവിടെ കൊടുത്തു. 42 ആണ് ആ വെച്ചിട്ടുള്ള സംഖ്യയാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് 7 6 are 42. കിട്ടിയല്ലോ. അല്ലാതെ ഒറ്റയടിക്ക് ചിലപ്പോൾ ചെറിയ സംഖ്യ നമുക്ക് നിയറസ്റ്റ് വേഗം മനസ്സിലാകുന്ന രീതിയിലല്ല നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ. അതുകൊണ്ട് ഇനി നോക്കുക, ഇനി ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 3 കൊണ്ട് പറ്റുമോ? 5 കൊണ്ട് പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പൊ ഇനി ദർ ഇസ് നോ കോമൺ ഫാക്ടേഴ്സ് ബിറ്റ്വീൻ 5 18 ആൻഡ് 36. 5 18 36കൾക്കിടയിൽ പൊതുവായ മറ്റൊരു ഘടകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് HCF എന്ന് പറയുന്നത് ഈ 3 സംഖ്യകളുടെ 105 378 756 അവയുടെ HCF എന്ന് പറയുന്നത് 3 × 7 21 ആണ്. 7 × 3 21 ആണ് അതിന്റെ HCF. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഹയസ്റ്റ് നമ്പർ എക്സാക്ട്ലി ഡിവിസിബിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കുമ്പോഴും നമ്മൾ HCF എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ HCF കാണുന്നത് ആണ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി. ഫൈൻഡ് ദ HCF ഓഫ്. ഇത് HCF തന്നെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. HCF ഓഫ് 4 സംഖ്യകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ 3 സംഖ്യ അല്ലേ ഇപ്പൊ ഇത്രയും നേരം ചെയ്തത്. അപ്പൊ 4 സംഖ്യകൾ വരുന്നതാണ്. 24 48 36 ആൻഡ് 12 12. ഈ 4 സംഖ്യകളുടെ HCF കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ആദ്യം പഠിച്ച, അതായത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എഴുതുന്ന രീതി പഠിച്ചു, അതുപോലെ ഫാക്ടറൈസ് ചെയ്യുന്ന ഘടകക്രിയ രീതി പഠിച്ചു, പിന്നെ ഡിവിഷൻ മെത്തേഡ് പഠിച്ചു. ഡിവിഷൻ മെത്തേഡ് ഇനിയും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ട് ഞാൻ ഫാക്ടറൈസേഷൻ രീതി മാത്രമേ ചെയ്തുള്ളൂ, നിങ്ങൾ അതൊന്ന് ലോങ് ഡിവിഷൻ മെത്തേഡിൽ അന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം അതൊന്ന് ചെയ്തു നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ചെയ്തു നോക്കിയോന്നാവോ? അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതൊന്നും നമുക്ക് ആ ലോങ് ഡിവിഷൻ മെത്തേഡിൽ മാത്രം ഞാൻ കാണിക്കും. കാരണം ഇപ്പം എല്ലാം ചെയ്തത് ഫാക്ടറൈസേഷൻ രീതിയിലല്ലേ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ആ രീതിയിലൊന്നും ചെയ്താലോ? ലോങ് ഡിവിഷൻ മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു, എടുക്കുമ്പോൾ 2 സംഖ്യയാണ് ആദ്യം എടുക്കുക. 2 സംഖ്യ എടുത്തിട്ട് അതിനകത്തെ കമ്പാരിറ്റീവ്ലി ചെറിയ സംഖ്യ വെച്ചിട്ട് നമ്മൾ വലിയ സംഖ്യയെ ഡിവൈഡ് ചെയ്യും. അപ്പം 24 48 നമ്മൾ എടുക്കുന്നു. 24നെ 48 കൊണ്ട് നമ്മൾ 48നെ 24 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്കറിയാം 24 കറക്റ്റായിട്ട് 48ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 × 24 ആണ് 48. 0 റിമൈൻഡർ ആണ്. അപ്പം നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 24ൻ്റെയും 48ൻ്റെയും HCF എന്ന് പറയുന്നത് 24 ആണ്. കണ്ടല്ലോ, 24 ആണ്. 48ൻ്റെയും 24ൻ്റെയും ഉസാഖ എന്ന് പറയുന്നത് 24 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് 3 സംഖ്യകളുടെയാണ്. ഈ 3 സംഖ്യകളുടെയും കൂടി HCF ആണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണാൻ പോകുന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ കിട്ടിയ ആൻസർ, ആദ്യത്തെ 2 സംഖ്യ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ HCF എത്രയാണ്? 24 ആണ്. അതും 36 വെച്ചാണ് ചെയ്യുക. അപ്പോൾ 24 വെച്ചിട്ട് നമ്മൾ 36നെ ഡിവൈഡ് ചെയ്യും. ഒരു പ്രാവശ്യമാണ് പോകുക 24. ബാലൻസ് നമ്മളത് ബാലൻസ് ചെയ്യുക. 6ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2, 3ൽ നിന്ന് 2 പോയാൽ 1. ഇറക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സംഖ്യ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത തൊട്ടുമുകളിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതുമ്പോൾ തൊട്ടുമുകളിൽ ഏത് സംഖ്യ വെച്ചാണോ ഡിവൈഡ് ചെയ്തത് ആ സംഖ്യയാണ് ഉള്ളിലേക്ക് ഇടേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ടൈംസ് 12ൽ 2 പ്രാവശ്യമാണ് പോവുക. 24 എന്ന് എഴുതു, മൈനസ് ചെയ്തു. വീണ്ടും നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. അപ്പോൾ ഈ 3 സംഖ്യകളുടെ HCF ഇപ്പം ഞാൻ പറയാം. ഇവിടെ HCF ഓഫ് 24,48 ഈസ് ഈക്വൽ ടു 24 കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ HCF ഓഫ് ഏതിൻ്റെയൊക്കെയാണ് കണ്ടുപിടിച്ചത്? 24
48 ആൻഡ് 36. അതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് HCF എന്ന് പറയുന്നത് 12 ആണ്. തീർന്നില്ലല്ലോ, ഒരു സംഖ്യ കൂടി റിമൈനിങ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് വീണ്ടും നമുക്ക് ഇവിടെ കിട്ടിയ HCF 12 ആണ്. 12 കൊണ്ട് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഒരു 12 തന്നെയാണ്. 12 ഒരു പ്രാവശ്യമാണ് പോകുക. ദ റിമൈൻഡർ ബിക്കംസ് 0. അപ്പം നമുക്ക് കിട്ടിയത് ലാസ്റ്റത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് സംഖ്യ, അതാണ് ഈ 4 സംഖ്യകളുടെയും HCF ആയിട്ട് വരിക. അപ്പം നമ്മൾ എഴുതണം, എന്തെഴുതും? HCF ഓഫ് 24, 48, 36 ആൻഡ് 12 is equal to 12. എല്ലാത്തിനും കൂടിയും വരുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടർ, അതിലെ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. കണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിപ്പോൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്ത് തന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ വെച്ചിരുന്നു, നിങ്ങളോടൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഒന്ന് എടുക്കേണ്ടത് ആദ്യത്തെ 2 സംഖ്യ എടുക്കുക, HCF കാണാം. ആ കിട്ടിയ HCFും അടുത്ത സംഖ്യയുമായിട്ട് കമ്പയർ ചെയ്ത് വീണ്ടും 3 സംഖ്യയുടെ കാണാം. ലാസ്റ്റ് 4 സംഖ്യയോ എത്ര സംഖ്യ വേണമെങ്കിലും നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് അണ്ടിൽ യു ഗെറ്റ് ദ റിമൈൻഡർ 0 റിമൈൻഡർ വരുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് നമുക്ക് ഇന്നത്തേക്ക്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുപോലെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് HCF കാണേണ്ടി വരും. വിച്ച് ഈസ് ദ ഹയസ്റ്റ് നമ്പർ that leaves a remainder 1 when divided by 49, 65, 97. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ വിച്ച് ഈസ് ദ ഹയസ്റ്റ് നമ്പർ ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ 1. ഏതാണ് ആ ഒരു വലിയ സംഖ്യ, ഹയസ്റ്റ് നമ്പർ ഏതാണ്? എങ്ങനെ? അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ലീവ്സ് എ റിമൈൻഡർ 1. ഒരു ശിഷ്ടം 1 കിട്ടണം. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ? വെൻ ഡിവൈഡ് ബൈ 49, 65, 97. ഈ 45, 49, 65, 97 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ആ കോമൺ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കുക. ആ റിമൈൻഡർ നമ്മൾ ഓരോ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പൊ സംഖ്യ നമുക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ ബിഫോർ നമ്മൾ ഡൂയിങ് ദ HCF കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കോമൺ ആയിട്ട് വരേണ്ട ശിഷ്ടം അവിടെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ 3 ശിഷ്ടമെങ്കിൽ എല്ലാ സംഖ്യയിൽ നിന്നും 3 കുറയ്ക്കാം. 5 ശിഷ്ടം വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സംഖ്യയിൽ നിന്നും 5 കുറയ്ക്കാം. ഇവിടെ റിമൈൻഡർ 1 ആണ് പറഞ്ഞത്. അപ്പൊ 49 നിന്ന് 1 കുറയ്ക്കാം, 48. 65, 65 നിന്ന് 1 കുറയ്ക്കാം, 64. 97 നിന്ന് 1 കുറയ്ക്കാം, 96. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവയുടെ HCF ആണ്. യു ഹാവ് ടു ഫൈൻഡ് ദ, അതിനുശേഷം കിട്ടിയ 48, 64 ഫൈൻഡ് HCF ഓഫ് 48, 64, 96. ഇവയുടെ HCF ആണ് 48, 64, 96 എന്നീ സംഖ്യകളുടെ HCF കാണാം. അപ്പൊ കാണേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയേ. തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും ആ കോമൺ ആയിട്ട് വരേണ്ട ശിഷ്ടം എത്രയാണോ അത് മൈനസ് ചെയ്യുക. ഓരോ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യണം. LCMൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ തന്നെ പ്രോബ്ലം നമ്മൾ LCMൽ ചെയ്തതാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്തു? നേരിട്ട് LCM ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കോമൺ വരേണ്ട ശിഷ്ടം എത്രയാണോ അത് ആണ് നമ്മൾ എന്ത് ചെയ്തത്? കൂട്ടിയത്. അതേസമയം ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്ന് ആ റിമൈൻഡർ ഓരോന്നിൽ നിന്നും മൈനസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ അത് കിട്ടിക്കഴിഞ്ഞതിന്റെ ആൻസറുകളുടെ HCF ആണ് നമ്മൾ കാണേണ്ടത്. എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്കറിയാം 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 24 ആർ 48, 2 32 വരും, പിന്നെ 48 വരും. അഗെയിൻ നമുക്കറിയാം 2 കൊണ്ട് തന്നെ വീണ്ടും ഡിവിസിബിൾ ആണ്. 12 ആർ 16 ആർ പിന്നെ 24 അല്ലേ? എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഹാഫ് ആണ്. 24ന്റെ പകുതി 12, 32ന്റെ 16, 48ന്റെ 24. പിന്നെയും പറ്റുമല്ലോ 2 കൊണ്ട് തന്നെ. 2 6 ആർ 12, 2 8 ആർ 16, 2 12 ആർ 24. അഗെയിൻ നമുക്കറിയാം 2 കൊണ്ട് തന്നെ ഡിവിസിബിൾ ആണ്. 2 3 ആർ 6, 2 4 ആർ 8, 2 6 ആർ 12. ഇനി പറ്റുമോ?
പറ്റുമോ? ഇനി 2 കൊണ്ട് പറ്റില്ല, കാരണം 3 ഉണ്ട്, ഇവിടെ 4ഉം 6ഉം ആണ്. കോമൺ ആയിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് HCF കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. എത്ര 2 ഉണ്ട്? 1, 2, 3, 4. 4 രണ്ടുകളാണ്. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8, 8 2 സാർ 16, 16 ഈ പറയുന്ന സംഖ്യകളുടെ എന്ത് HCF ആയിട്ട് വരിക. അപ്പോൾ 16 കിട്ടിയത് അറിയാലോ. തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും റിമൈൻഡേഴ്സ് ഓരോന്നിനും മൈനസ് ചെയ്തതിന് ശേഷം HCF കാണാം. കിട്ടിയോ? അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള HCF കാണുന്ന രീതികൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ HCF അപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു. LCM HCF തമ്മിൽ ക്ലാഷ് ആകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. ചെയ്തിരിക്കുന്ന മെത്തേഡുകളൊക്കെ പഠിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ.